ഈ പോളിസിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എനിക്ക് തോന്നിയത് യാതൊരുവിധ വെയിറ്റിംഗ് പീരീഡും ഇല്ലാതെയാണ് ഈ പോളിസി നിങ്ങൾക്ക് ലഭിക്കുന്നത്. സാധാരണഗതിയിൽ 3 തരം വെയിറ്റിംഗ് പീരീഡുകൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. 30 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ്, 2 വർഷം സ്പെസിഫൈഡ് ഇൽനെസ്സിന് വരുന്ന വെയിറ്റിംഗ് പീരീഡ്, 3 വർഷം നിലവിലെ രോഗങ്ങൾക്ക് വരുന്ന വെയിറ്റിംഗ് പീരീഡ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിജയ് വർഗീസ്. വെൽക്കം ബാക്ക് ടു ഫൈനാൻഷ്യൽ സർവർ. ഇന്നത്തേത് ഒരു റിവ്യൂ ആണ്. മണിപ്പാൽ സിഗ്നിയുടെ ഏറ്റവും പുതിയ പ്രോഡക്റ്റായ സർവ് എന്ന പ്ലാനാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. 3 വേരിയൻറ്റിലാണ് ഈ പ്ലാൻ ഇറങ്ങിയിരിക്കുന്നത്. ഉത്തം, പരം, പ്രദം എന്നാണ് 3 വേരിയൻറ്റ് വരുന്നത്. അവയെക്കുറിച്ച് വിശദമായി നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പായി ഈ പ്ലാൻ ആളുകളുടെ ഇടയിൽ അട്രാക്റ്റീവ് ആയതിൻ്റെ കാരണം ഞാൻ പറയാം. കാരണം യാതൊരുവിധ വെയിറ്റിംഗ് പീരീഡും ഇല്ലാതെയാണ് ഈ പോളിസി ഇറങ്ങിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പ്രധാനമായും 3 വെയിറ്റിംഗ് പീരീഡുകൾ ഉണ്ടാവാറുണ്ട്. 30 ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു പോളിസി ആക്റ്റീവ് ആവാറുള്ളത്. രണ്ടാമതായി 2 ഇയർ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവാറുണ്ട് സ്പെസിഫൈഡ് ഇൽനെസ്സിന്. മൂന്നാമതായി നിലവിലെ രോഗങ്ങൾക്ക് 3 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ വെയിറ്റിംഗ് പീരീഡ് ഒന്നുമില്ലാതെ തന്നെ ഈ പോളിസി തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഇൽനെസ് പിടിപെട്ടിട്ടുണ്ടെങ്കിൽ വലിയൊരു തുക ലഭിക്കുന്ന സ്കീമും ഈ പോളിസിയിൽ ലഭ്യമാണ്. എന്തായാലും 2024 ഇറങ്ങിയ ഈ പോളിസി 2025ലും ലീഡിംഗ് പൊസിഷനിൽ നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം ഇവിടെയും പറയുകയാണ്. നിങ്ങൾ ഡീറ്റെയിൽഡ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ പോളിസി തിരഞ്ഞെടുക്കുക. കാരണം ഒരാളുടെ മികച്ച പോളിസി ആയിരിക്കില്ല മറ്റൊരാളുടെ മികച്ച പോളിസി. അപ്പോൾ നമുക്ക് സമയം കളയാതെ മണിപ്പാൽ സിഗ്നിയുടെ സർവ് എന്ന പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണാം. പോകാം സ്ക്രീനിലേക്ക്. ആദ്യം തന്നെ ഈ 3 വേരിയന്റുകൾ ആർക്കൊക്കെയാണ് അനുയോജ്യമെന്ന് നമുക്ക് നോക്കാം. ഉത്തം എന്ന വേരിയന്റ് മെറ്റേണിറ്റി നോക്കുന്നവർക്കും ന്യൂബോൺ ബേബി ബെനിഫിറ്റ് നോക്കുന്നവർക്കും അതുപോലെ തന്നെ 4 ക്രിട്ടിക്കൽ ഇൽനെസ്സിന് ഇൻഫിനിറ്റ് സം ഇൻഷുർഡ് വേണ്ടവർക്കും തിരഞ്ഞെടുക്കാവുന്നതാണ്. മേജർ ക്രിട്ടിക്കൽ ഇൽനെസ് എന്നത് ഹാർട്ട് കണ്ടീഷൻ, ക്യാൻസർ, സ്ട്രോക്ക്, ഓർഗൻ അല്ലെങ്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്നിവയാണ്. പരം എന്ന വേരിയന്റ് വെയിറ്റിംഗ് പീരീഡ് ഒന്നും വേണ്ടാത്തവർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. പ്രദം എന്ന വേരിയന്റ് ക്രിട്ടിക്കൽ ഇൽനെസ് പിടിപെട്ടാൽ വലിയൊരു തുക ലഭിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതിൽ ക്യാൻസർ, സ്ട്രോക്ക്, ഹാർട്ട് കണ്ടീഷൻ, മേജർ ഓർഗൻ അല്ലെങ്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്നിവയ്ക്ക് 3 കോടി രൂപ വരെ ഇൻഡെമിനിറ്റി കവറേജ് ലഭിക്കുന്നതാണ്. ആദ്യം നമുക്ക് ഈ പോളിസിയുടെ റൂം എലിജിബിലിറ്റി ഒന്ന് നോക്കാം. 3 വേരിയന്റിലും സിംഗിൾ പ്രൈവറ്റ് AC റൂമാണ് ഡിഫോൾട്ടായിട്ട് ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉയർന്ന റൂമോ താഴ്ന്ന റൂമോ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ട്. ഇനി നമുക്ക് ഈ പോളിസിയുടെ എൻട്രി ഏജ് നോക്കാം. 18 വയസ്സ് മുതലുള്ളവർക്ക് ഈ പോളിസിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പരമാവധി പ്രായം ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ 91 ദിവസം മുതൽ 30 വയസ്സുവരെയുള്ളവരെ കുട്ടികളായി പരിഗണിക്കുന്നതാണ്. അടുത്തതാണ് സം ഇൻഷുർഡ്. 5 ലക്ഷം രൂപ മുതൽ 3 കോടി രൂപ വരെയാണ് ഈ പോളിസിയുടെ സം ഇൻഷുർഡ് വരുന്നത്. ഈ പോളിസിയുടെ പ്രീമിയം 1 വർഷം, 2 വർഷം, 3 വർഷം എന്നീ കാലാവധിയിലേക്ക് അടയ്ക്കാവുന്നതാണ്. ഈ പോളിസി ഇൻഡിവിജ്വലായും ഫാമിലി ഫ്ലോട്ടറായും എടുക്കാവുന്നതാണ്. ഫാമിലി ഫ്ലോട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 അഡൽട്ട്, പരമാവധി 3 ചിൽഡ്രൻ എന്നിങ്ങനെയാണ്. അടുത്തതാണ് ഡേ കെയർ പ്രൊസീജിയർ. ഉത്തം വേരിയന്റിലും പരം വേരിയന്റിലും എല്ലാ വിധത്തിലുമുള്ള ഡേ കെയർ പ്രൊസീജിയറുകളും കവർ ചെയ്യുന്നതാണ്. പ്രഥമിൽ ലിസ്റ്റഡ് കണ്ടീഷനുള്ള പ്രൊസീജിയറുകൾക്കാണ് ഡേ കെയർ ഫെസിലിറ്റി ലഭിക്കുന്നത്. ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ ഈ പോളിസിയിൽ കവേർഡ് അപ് ടു സം ഇൻഷുർഡ് ലഭിക്കുന്നതാണ്. ആശുപത്രിയിലൊന്നും ബെഡില്ലാത്ത അവസ്ഥ, ആശുപത്രിയിൽ രോഗിയെ കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ, ഇത്തരം സാഹചര്യങ്ങളിലാണ് ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷന്റെ ആവശ്യം വരുന്നത്. അടുത്തതാണ് ആയുഷ്. കവേർഡ് അപ് ടു സം ഇൻഷുർഡ് ആണ് ആയുഷ് കവറേജായി ലഭിക്കുന്നത്. ആയുഷ് എന്നാൽ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ എന്നിവയാണ്. അടുത്തതാണ് റീസ്റ്റോറേഷൻ ഓഫ് സം ഇൻഷുർഡ്. ഉത്തം വേരിയന്റിലും പ്രഥം വേരിയന്റിലും ഓപ്ഷണൽ കവറായി റീസ്റ്റോറേഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. പരം പ്ലാനിൽ ഇൻബിൽറ്റായി 100% വരെ സം ഇൻഷുർഡ് റീസ്റ്റോർ ചെയ്ത് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് ക്ലെയിം ട്രിഗർ ആയാൽ റിലേറ്റഡും അൺറിലേറ്റഡുമായ ഇൽനെസ്സിന് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതാണ് എമർജൻസി റോഡ് ആംബുലൻസ്. എമർജൻസി റോഡ് ആംബുലൻസ് 3 വേരിയന്റിലും കവേർഡ് അപ് ടു സം ഇൻഷുർഡ് ലഭിക്കുന്നതാണ്. അടുത്തതാണ് എമർജൻസി എയർ ആംബുലൻസ്. എമർജൻസി എയർ ആംബുലൻസും ഈ പോളിസിയിൽ കവേർഡ് ആണ്. പരമാവധി 10 ലക്ഷം രൂപ വരെയാണ് ലഭിക്കുന്നത്. ഇത് ഓവർ ആൻഡ് എബോവ് ലഭിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ സം ഇൻഷുർഡിന് പുറമെയാണ് ഇത് ലഭിക്കുന്നത്. അടുത്തതാണ് ആനുവൽ ഹെൽത്ത് ചെക്കപ്പ്. ഉത്തം പ്ലാനിലും പ്രഥം പ്ലാനിലും ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ഓപ്ഷണൽ കവറായി തിരഞ്ഞെടുക്കാവുന്നതാണ്. പരം പ്ലാനിൽ ഇൻബിൽറ്റ് ആണ് ആനുവൽ ഹെൽത്ത് ചെക്കപ്പ്. ഇത് വർഷത്തിലൊരിക്കൽ ക്യാഷ്ലെസ് ആയി ഉപയോഗിക്കാവുന്നതാണ്.
അടുത്തതാണ് വെൽനസ് ബെനിഫിറ്റ്. 20% വരെ വെൽനസ് ബെനിഫിറ്റ് നിങ്ങൾക്ക് നേടാവുന്നതാണ് ഈ പോളിസിയിലൂടെ. അടുത്തതാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. ഈ പോളിസിയുടെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്നത് 90 ദിവസവും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്നത് 180 ദിവസവുമാണ്. അൺലിമിറ്റഡ് ടെലി കൺസൾട്ടേഷൻ ജനറൽ ഫിസിഷ്യനുമായി നിങ്ങൾക്ക് ഈ പോളിസിയിലൂടെ ലഭിക്കുന്നതാണ്. അടുത്തതാണ് കോ പേയ്മെൻറ്റ്. ഈ പ്ലാനിൽ യാതൊരുവിധ കോ പേയ്മെൻറ്റും ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷണലായി ഇത് തിരഞ്ഞെടുക്കാനും അവസരമുണ്ട്. അടുത്തതാണ് ഡിഡക്റ്റബിൾ ഓപ്ഷൻ. 3 വേരിയന്റിലും ഡിഡക്റ്റബിൾ ഓപ്ഷൻ ലഭ്യമാണ്. അഗ്രിഗേറ്റഡ് ഡിഡക്റ്റബിൾ ഓപ്ഷൻ 10,000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ലഭ്യമാണ്. മറ്റൊന്നാണ് പെർ ഡേ ഡിഡക്റ്റബിൾ. ആദ്യമായിട്ടാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ പെർ ഡേ ഡിഡക്റ്റബിൾ കാണുന്നത്. 1000 രൂപ മുതൽ 5000 രൂപ വരെ പെർ ഡേ ഡിഡക്റ്റബിൾ ഓപ്ഷനും ഈ പോളിസിയിൽ ലഭ്യമാണ്. ഇനി നമുക്ക് ഡിസ്കൗണ്ടുകൾ നോക്കാം. ആദ്യത്തേത് ഇയർലി റിന്യൂവൽ ഡിസ്കൗണ്ട് ആണ്. റിന്യൂവലിനായി സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ നിങ്ങൾ നൽകുകയാണെങ്കിൽ 2.5% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. 2 വർഷത്തെയോ 3 വർഷത്തെയോ പ്രീമിയം ഒരുമിച്ചടച്ചാൽ യഥാക്രമം 7.5%വും 10%വും ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് ഇൻഡിവിജ്വൽ ആയാണ് നിങ്ങൾ പോളിസി എടുക്കുന്നത്. അതിൽ 2 അതിലധികമോ ആളുകളുണ്ടെങ്കിൽ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് പോളിസി റിന്യൂവൽ ഡിസ്കൗണ്ട് ഉത്തം പ്ലാനിലും പ്രഥം പ്ലാനിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് നിലവിലെ രോഗങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് നോക്കാം. ഉത്തം പ്ലാനിൽ 36 മാസമാണ് നിലവിലെ രോഗങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. സാരഥി ഓപ്ഷണൽ കവർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഡയബറ്റിക്, ഒബേസിറ്റി, ആസ്മ, BP, കൊളസ്ട്രോൾ എന്നിവയുടെ വെയിറ്റിംഗ് പീരീഡ് 36 മാസത്തിൽ നിന്ന് 30 ദിവസമായി ചുരുക്കാവുന്നതാണ്. പരം പ്ലാനിൽ നിങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കുന്നതല്ല. പ്രഥം പ്ലാനിൽ സാരഥി ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ നിലവിലെ നിങ്ങളുടെ രോഗങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് 30 ദിവസമായി ചുരുക്കാവുന്നതാണ്. സ്പെസിഫൈഡ് ഇൽനെസ് രോഗങ്ങൾക്ക് ഉത്തം പ്ലാനിൽ സാധാരണ പോലെ 24 മാസമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. പരം പ്ലാനിൽ സ്പെസിഫൈഡ് ഇൽനെസ്സിന് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കുന്നതല്ല. എൻ്റെ അറിവിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സ്പെസിഫൈഡ് ഇൽനെസ്സിന് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാത്ത ഒരു പോളിസി വരുന്നത്. പരം പ്ലാനിനെ വ്യത്യസ്തമാക്കുന്നതും ഇത് തന്നെയാണ്. പ്രഥം പ്ലാനിൽ ഇത് ആപ്ലിക്കബിൾ അല്ല, കാരണം ക്രിട്ടിക്കൽ ഇൽനെസ് ആണ് ഇതിൽ കവർ ചെയ്യുന്നത്. അടുത്തതാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ്. മെറ്റേണിറ്റി ബെനിഫിറ്റ് ഉത്തം പ്ലാനിലാണ് ലഭ്യമായിട്ടുള്ളത്. ഇതൊരു ഓപ്ഷണൽ കവറാണ്. മെറ്റേണിറ്റിക്കും ന്യൂബോൺ ബേബി ഹോസ്പിറ്റലൈസേഷനും സം ഇൻഷുർഡിന്റെ 20%, എന്നാൽ പരമാവധി 5 ലക്ഷം രൂപ വരെയാണ് ലഭിക്കുന്നത്. ഇതിന്റെ വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 36 മാസമാണ്. നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടോ? നിങ്ങളുടെ മറുപടിയിലൂടെ മാത്രമേ ഫ്യൂച്ചർ വീഡിയോയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്ലിയർ എന്നോ അല്ലെങ്കിൽ എളുപ്പത്തിന് C എന്നോ ഒരു കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നോട്ട് ക്ലിയർ എന്നോ അല്ലെങ്കിൽ NC എന്നോ ഒരു കമന്റ് ചെയ്യുക. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പ്രോഡക്റ്റിനെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കിയതിന് ശേഷമേ നിങ്ങൾ എപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ തിരഞ്ഞെടുക്കാവൂ. ഇനി നമ്മൾ നോക്കുന്നത് ഓപ്ഷണൽ കവറുകളാണ്. പലരും പറയാറുണ്ട് ഫീച്ചേഴ്സ് എല്ലാം ഇൻബിൽറ്റ് ആയ ഒരു പ്ലാനാണ് മികച്ചതെന്ന്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഓപ്ഷണൽ കവറുകളുള്ള പ്ലാനുകളാണ് കൂടുതൽ മികച്ചത്. കാരണം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ പണം നൽകിയാൽ മതിയാകുന്നതാണ്. 3 വേരിയന്റിലും വിവിധ തരത്തിലുള്ള ഓപ്ഷണൽ റൈഡറുകൾ ലഭ്യമാണ്. അവ ഏതെല്ലാം എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഉത്തം പ്ലാൻ നോക്കാം. ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ഉത്തം പ്ലാനിൽ ഓപ്ഷണൽ കവറായി തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തതാണ് അനന്ത് കവർ. ഈ ഓപ്ഷണൽ കവർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ലിസ്റ്റഡ് ഇൽനെസ് പിടിപെടുകയാണെങ്കിൽ ഇൻഫിനിറ്റ് കവർ ലഭിക്കുന്നതാണ്. ഉദാഹരണമായി 10 ലക്ഷം രൂപയുടെ പോളിസിയാണ് നിങ്ങൾ എടുത്തതെങ്കിലും 30 ലക്ഷം രൂപയുടെ ഒരു ആവശ്യം ഈ ക്രിട്ടിക്കൽ ഇൽനെസ്സുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ 30 ലക്ഷം രൂപയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തതാണ് മെറ്റേണിറ്റി ആൻഡ് ന്യൂബോൺ ബേബി ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ഓപ്ഷണൽ കവറായി ഉത്തം പ്ലാനിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. സം ഇൻഷുർഡ് റീസ്റ്റോറേഷൻ വേണമെങ്കിൽ ഇതും ഓപ്ഷണൽ കവറായി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തതാണ് ഗുല്ലക് ഓപ്ഷണൽ കവർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സം ഇൻഷുർഡ് 100% മുതൽ 1000% വരെ ഉയരുന്നതാണ്. അടുത്തതാണ് സാരഥി. ഇതിൻ പ്രകാരം ഡയബറ്റിക്, ഒബേസിറ്റി, ആസ്മ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നിവയിൽ ഏതെങ്കിലും രോഗങ്ങളുള്ളവർക്ക് വെയിറ്റിംഗ് പീരീഡ് 30 ദിവസമായി ചുരുക്കാവുന്നതാണ്. അടുത്തതാണ് സർപ്ലസ് ബെനിഫിറ്റ്. ഇതിൻ പ്രകാരം അഡീഷണൽ 100% സം ഇൻഷുർഡ് ഫസ്റ്റ് ക്ലെയിം മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തതാണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ 10 ലക്ഷം രൂപ മുതൽ 3 കോടി രൂപ വരെ ലഭിക്കുന്നതാണ്. ഇതോടൊപ്പം ടെമ്പററി ടോട്ടൽ ഡിസേബിൾമെന്റും തിരഞ്ഞെടുക്കാവുന്നതാണ്. നോൺ മെഡിക്കൽ ഐറ്റംസ് അഥവാ കൺസ്യൂമബിൾസും നിങ്ങൾക്ക് ആഡ് ഓൺ കവറായി തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തതാണ് എയർ ആംബുലൻസ് കവർ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ഓൺ ആയി തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തതാണ് റൂം. നിങ്ങൾ അല്പം പ്രീമിയം അധികം നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് എനി റൂം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് പ്രീമിയം അല്പം കുറയ്ക്കണമെങ്കിൽ ടിൻ ഷെയറിംഗ് റൂം തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനും ലഭ്യമാണ്. അടുത്തതാണ് കോ പേയ്മെന്റ്. വളരെ
വളരെ പ്രധാനപ്പെട്ട ഒരു ആഡോണാണിത്. 10%, 20%, 30% എന്നിങ്ങനെയുള്ള പേയ്മെന്റ് ഓപ്ഷനുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ തിരഞ്ഞെടുത്താൽ പ്രീമിയം വളരെയധികം കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തതാണ് ഡിഡക്റ്റബിൾ. പേയ്മെന്റ് പോലെ തന്നെ ഡിഡക്റ്റബിൾ ഓപ്ഷൻ തിരഞ്ഞെടുത്താലും നിങ്ങൾക്ക് പ്രീമിയം കുറയ്ക്കാൻ കഴിയുന്നതാണ്. 10,000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ഡിഡക്റ്റബിൾ ഓപ്ഷനുകൾ ലഭ്യമാണ്. അടുത്തതാണ് പെർ ഡേ ഡിഡക്റ്റബിൾ. സാധാരണ പോളിസികളിൽ കണ്ടുവരാത്ത ഒന്നാണ് പെർ ഡേ ഡിഡക്റ്റബിൾ. ഇതിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീമിയം കുറയ്ക്കാവുന്നതാണ്. 1000 രൂപ മുതൽ 5000 രൂപ വരെ പെർ ഡേ ക്ലെയിം ഡിഡക്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പരം പ്ലാനിൽ ലഭിക്കുന്ന ആഡ് ഓൺ കവറുകൾ നോക്കാം. ആദ്യത്തേതാണ് പ്രതീക്ഷ. പരം പ്ലാനിലെ പ്രധാനപ്പെട്ട ഒരു ആഡ് ഓൺ ആണിത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് വെയിറ്റിംഗ് പീരീഡ് കൂട്ടുന്നതും അതുവഴി പ്രീമിയം കുറയ്ക്കുന്നതും. ഇതുവഴി ഫസ്റ്റ് 30 ഡേയ്സ് വെയിറ്റിംഗ് പീരീഡും സ്പെസിഫൈഡ് ഇൽനസ് വെയിറ്റിംഗ് പീരീഡ് 2 വർഷവുമായി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നോർമലായി ഈ പോളിസി എടുത്താൽ ഈ വെയിറ്റിംഗ് പീരീഡുകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അടുത്തത് സർപ്ലസ് ബെനിഫിറ്റ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സർപ്ലസ് ബെനിഫിറ്റും ഇതിലും ആഡ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ ആക്സിഡന്റ് ബെനിഫിറ്റും ടെമ്പററി ടോട്ടൽ ഡിസേബിൾമെന്റ് കവറും ഇതിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. കൺസ്യൂമബിൾസ് ആഡ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാണ്. റൂം കാറ്റഗറി മോഡിഫൈ ചെയ്യാനുള്ള ആഡ് ഓൺസും ഇതിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ പ്രീമിയം കുറയ്ക്കുന്നതിന് വേണ്ടി വോളണ്ടറി പേയ്മെന്റും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പ്രഥം വേരിയന്റിൽ എന്തെല്ലാം ആഡ് ഓൺസ് ഉണ്ടെന്ന് നോക്കാം. ആക്സിഡന്റ് ഹോസ്പിറ്റലൈസേഷൻ അപ് ടു സം ഇൻഷുർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പേഴ്സണൽ ആക്സിഡന്റ് കവർ, ടെമ്പററി ടോട്ടൽ ഡിസേബിൾമെന്റ് എന്നിവയും ആഡ് ഓൺ ആയി ലഭിക്കുന്നതാണ്. ആനുവൽ ഹെൽത്ത് ചെക്കപ്പ്, റീസ്റ്റോറേഷൻ ഓഫ് സം ഇൻഷുർഡ് എന്നിവയും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തതാണ് ഗുല്ലക് കവർ. ഞാൻ ആദ്യം പറഞ്ഞ ഗുല്ലക് കവറും പ്രഥം പ്ലാനിൽ ആഡ് ഓൺ ആയി തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സാരഥി ബെനിഫിറ്റും ആഡ് ഓൺ ആയി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതിനു പുറമെ സർപ്ലസ് ബെനിഫിറ്റ്, കൺസ്യൂമബിൾസ് കവർ, എയർ ആംബുലൻസ് എന്നിവയും തിരഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ മുൻപ് പറഞ്ഞ റൂം റെന്റ് മോഡിഫിക്കേഷൻ, വോളണ്ടറി പേയ്മെന്റ്, ഡിഡക്റ്റബിൾ എന്നിവയും ആഡ് ഓൺ ആയി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പോളിസിയിലെ നെഗറ്റീവ് സൈഡ് ഒന്ന് നോക്കാം. എനിക്ക് പ്രധാനമായും തോന്നിയത് പരം പ്ലാനിൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് ഇല്ലാത്തതാണ്. കാരണം വെയിറ്റിംഗ് പീരീഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉയർന്ന പ്രീമിയം നൽകിയാണ് നമ്മൾ ഈ പോളിസി എടുക്കുന്നത്. അപ്പോൾ മെറ്റേണിറ്റി കൂടി ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. അടുത്തതാണ് പ്രീമിയം. 30 വയസ്സുള്ള ഒരു വ്യക്തിയും ഭാര്യയും കുട്ടിയും കൂടി 10 ലക്ഷം രൂപയുടെ ഉത്തം പ്ലാൻ എടുത്താൽ 13,159 രൂപയാണ് പ്രീമിയമായി വരുന്നത്. പരം പ്ലാൻ ആണെങ്കിൽ 20,973 രൂപയും പ്രഥം പ്ലാൻ ആണെങ്കിൽ 1,585 രൂപയും വരുന്നതാണ്. പ്രീമിയം ചാർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന കമന്റ് പല വീഡിയോയിലും കാണാറുണ്ട്. പലരുടെയും വിചാരം ഒരു ടിവിയുടെ അല്ലെങ്കിൽ ഒരു ഫോണിന്റെ വില പറയുന്നത് പോലെയാണ് ഇൻഷുറൻസ് പ്രീമിയവും എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രീമിയം ചാർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തതിന് അനവധി കാരണങ്ങളുണ്ട്. അവയിൽ ചിലത് ഞാനിവിടെ പറയാം. 35 വയസ്സുള്ള ഒരാളുടെ പ്രീമിയം ആയിരിക്കില്ല 36 വയസ്സുള്ള ഒരാൾക്ക് വരുന്നത്. ഇവരുടെ കൂടെ ഒരാൾ കൂടിയാൽ മറ്റൊരു പ്രീമിയവും മൂന്നാമതൊരാൾ കൂടിയാൽ വേറൊരു പ്രീമിയവും ആയിരിക്കും. കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് പ്രീമിയം വീണ്ടും മാറും. ഇതിനു പുറമെ എറണാകുളത്ത് താമസിക്കുന്ന ഒരാളുടെ പ്രീമിയം ആയിരിക്കില്ല കണ്ണൂർ താമസിക്കുന്ന ഒരാൾക്ക് വരുന്നത്. ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായ പ്രീമിയം ആയിരിക്കും ഡൽഹിയിൽ താമസിക്കുന്ന ആൾക്ക് വരിക. നിലവിലെ നിങ്ങളുടെ രോഗങ്ങൾക്കനുസരിച്ച് പ്രീമിയം വീണ്ടും മാറാം. ഇതിനു പുറമെ പോളിസിയോടൊപ്പമുള്ള ആഡ് ഓൺസിനനുസരിച്ച് പ്രീമിയത്തിൽ വീണ്ടും വ്യത്യാസം വരാം. മാത്രമല്ല പേയ്മെന്റ്, ഡിഡക്റ്റബിൾ എന്നിവയനുസരിച്ചും പ്രീമിയത്തിൽ വ്യത്യാസം വരാം. ഇതിനെല്ലാം പുറമെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് ചിലപ്പോൾ 1-2 വർഷം കഴിഞ്ഞാവും നിങ്ങൾ വീഡിയോ കാണുന്നത്. ഈ സമയം ഇൻഷുറൻസ് കമ്പനി മൊത്തം പ്രീമിയത്തിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടാവാം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചുള്ള പ്രീമിയം അറിയണമെങ്കിൽ 9495530858 എന്നെൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഫിനാൻഷ്യൽ സർവീസിന്റെ സേവനം ഇന്ത്യയിൽ ഉടനീളം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് പോളിസി എടുത്തു തരിക മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത്. ക്ലെയിമിൻ്റെ സമയത്തും റിന്യൂവൽ സമയത്തും മറ്റവസരങ്ങളിലും ഞങ്ങളുടെ സൗജന്യ സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതോടൊപ്പം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എക്സ്ക്ലൂഷൻസ്. സാധാരണ കണ്ടുവരാറുള്ള എക്സ്ക്ലൂഷനാണ് സർക്കംസിഷൻ, സൂയിസൈഡ് അറ്റംപ്റ്റ്, അൺപ്രൂവൻ ട്രീറ്റ്മെന്റ്, കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ്, കൺജനീറ്റൽ എക്സ്റ്റേണൽ ഡിസീസ്, ആൽക്കഹോളിസം, ഡ്രഗ്സ്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ഇന്റേണൽ സെൽഫ് ഇഞ്ചറി, കോണ്ടാക്ട് ലെൻസ്, ഹിയറിംഗ് എയ്ഡ്സ്, ബ്യൂട്ടി ട്രീറ്റ്മെന്റ്, പ്ലാസ്റ്റിക് സർജറി, ഡേഞ്ചർ സ്പോർട്സ് തുടങ്ങിയവയൊക്കെ. ഓരോ കമ്പനിക്ക് അനുസരിച്ച് ഇവയിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ്. കൂടുതൽ അറിയാനായി നിങ്ങൾ ഓർഡിങ്സ് നോക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ഒന്നാമത്തേത്, നിങ്ങൾ ആശുപത്രിയിൽ മിനിമം 24 മണിക്കൂറെങ്കിലും അഡ്മിറ്റ് ആയാൽ മാത്രമേ ക്ലെയിം ലഭിക്കുകയുള്ളൂ. അഡ്മിറ്റ് ആയാൽ മാത്രം പോരാ, അവിടെ ഒരു ചികിത്സയും നടന്നിരിക്കണം. ഡേ കെയറിന് ഇത് ബാധകമല്ല.
രണ്ടാമത്തേത്, നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ക്ലെയിം രജിസ്റ്റർ ചെയ്തിരിക്കണം. ഹെൽത്ത് ഇൻഷുറൻസിൽ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതാണ്. ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചേക്കാം. ഈ പോളിസിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയാമെങ്കിൽ, എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യണമെങ്കിലോ തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നതിനോ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. എന്നാൽ അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. നിങ്ങൾ ഏത് പോളിസിയും എടുക്കുന്നതിന് മുമ്പായി അതിന്റെ ബ്രോഷറും വോർഡിങ്സും വായിച്ചിരിക്കുന്നത് ഉത്തമമായിരിക്കും. സമയക്കുറവ് മൂലം വീഡിയോയിൽ എല്ലാ പോയിന്റും പൂർണ്ണമായി വിശദമാക്കിയിട്ടുണ്ടാവില്ല. അതുപോലെ ഏതെല്ലാം രോഗങ്ങളാണ് സ്പെസിഫൈഡ് ഇൽനെസ്സിൽ വരുന്നതെന്നും ഏതെല്ലാമാണ് എക്സ്ക്ലൂഷൻ എന്നും മനസ്സിലാക്കിയിരിക്കുക. കൂടാതെ പോളിസിയുടെ വെയിറ്റിംഗ് പീരീഡ്, സബ് ലിമിറ്റ്, കോ പേയ്മെന്റ് എന്നിവയും അറിഞ്ഞിരിക്കണം. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായി അറിയണമെങ്കിൽ മുൻപ് ഇതേക്കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐക്കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ക്ലെയിം നിരസിക്കുന്ന സമയത്ത് ഇതേക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്നും എനിക്കാരും ഒന്നും പറഞ്ഞു തന്നില്ലായിരുന്നു എന്നും പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് യൂട്യൂബിലൂടെയാണെങ്കിൽ ഫൈനാൻഷ്യൽ സർവേ എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണെങ്കിൽ ഫൈനാൻഷ്യൽ സർവേ എന്ന പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫൈനാൻഷ്യൽ സർവേൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് ഫോളോ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് പ്രോഡക്റ്റുകളുടെ ബ്രൗഷർ, വോർഡിങ്സ്, പ്രീമിയം ചാർട്ട് എന്നിവ ആവശ്യമുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ സർവേൻ്റെ വാട്സപ്പ്, ടെലഗ്രാം ചാനലുകളിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ പുതിയൊരു ടോപ്പിക്കും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ സൈൻ ഓഫ് ബിജോ. ഹാവ് എ നൈസ് ഡേ.